നോർമലി ആളുകൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാംസ് സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നെ ഡിഗ്രി പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നു. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇതിനെ അപേക്ഷിച്ചിട്ട് എങ്ങനെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ കോളേജ് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. അതിൽ എസ്പെഷ്യലി ഫോർ എക്സാമ്പിൾ എം ബി എയിൽ ഒരു ഓൺട്രപ്രണർഷിപ്പ് പ്രോഗ്രാം സെലക്ട് ചെയ്യണം. ഇതിന് ഏറ്റവും മാച്ച് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടോ, അങ്ങനെയുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ടോ? അൻസ് എന്താ മനസ്സിലാക്കുന്നതിൽ? എനിക്ക് എൻ്റെ ഉത്തരവുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടുള്ളത് നിങ്ങളെ പറഞ്ഞിട്ട് NIRF റാങ്കിങ്ങിന് യൂണിവേഴ്സിറ്റി വൈസ് ഉണ്ട്, അല്ലെങ്കിൽ കോഴ്സ് വൈസ് ഉണ്ട്. പക്ഷേ സ്പെഷ്യലൈസേഷൻ്റെ കാര്യം കൂടി നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകും. കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എനിക്കും കുറച്ചും കൂടി നല്ലതായിരിക്കും. ക്ലിയർ കാര്യം അറിയാം, പക്ഷേ ഒന്നും കൂടി അല്ലേ ആളുകളും കേൾക്കുന്നതല്ലേ. അവിടെ നമുക്കൊരു ബ്ലാങ്ക്ലി പറയാൻ പറ്റും. ഒരു ഓൺലൈനായിട്ട് ഒരാൾ MBA എടുക്കുന്നതെന്ന് വിചാരിക്കാം. അവിടെ MBA ഓൺട്രപ്രണർഷിപ്പാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഓൺട്രപ്രണർഷിപ്പിൽ ഏറ്റവും സ്ട്രെങ്തേൺ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ചെയ്ത് നോക്കണം. അങ്ങനെ പറയുമ്പം ആ മാനേജ്മെന്റ് സൈഡിൽ തന്നെ ഓൺട്രപ്രണർഷിപ്പ് വേറെ, മാർക്കറ്റിംഗ് വേറെ, സെയിൽസ് വേറെ, പർച്ചേസ് വേറെ, ഓപ്പറേഷൻ വേറെ, HR വേറെ, ഇങ്ങനെ ഒരുപാടുണ്ടല്ലോ. ഇതിൽ ഓരോ ഡൊമൈനിലും ഓരോ യൂണിവേഴ്സിറ്റി സ്ട്രെങ്ത് ആയിരിക്കും. അപ്പോൾ ഈ ഡൊമൈന് ആ സ്ട്രെങ്ത് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി നമ്മൾ ചൂസ് ചെയ്താൽ എൻഡ് ഓഫ് ദ ഡേ നമ്മളുടെ ഈ അക്കാഡമിക് എക്സ്പോഷർ ഉണ്ടല്ലോ, അക്കാഡമിക് എക്സ്പോഷർ അതുപോലെ കോർപ്പറേറ്റ് എക്സ്പോഷർ, അത് ഹൈ എൻഡ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ജെയിനെ സജസ്റ്റ് ചെയ്യാം. ക്ലിയർ. ജനറൽ മാനേജ്മെന്റ് ആണെങ്കിൽ നമുക്ക് കമ്മിറ്റിയെ സജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യലൈസേഷൻ ഏതാണോ, കാരണം 50+, 100+ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഈ സ്പെഷ്യലൈസേഷനിൽ ഓരോ യൂണിവേഴ്സിറ്റിയുടെ സ്ട്രെങ്തേൺ ഏരിയ ഏതാണ് നോക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. അപ്പം ആളുകൾക്ക് കൃത്യമായിട്ട് അത് ഒരു 1 ക്രൈറ്റീരിയ, അങ്ങനെ ഒരു 1000 ക്രൈറ്റീരിയാസ് ഉണ്ട് ഒരു യൂണിവേഴ്സിറ്റി. കാരണം പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം, കാരണം നമ്മൾ ക്യാഷ് ഇറക്കുന്നുണ്ട്, 2 lakh ആവട്ടെ, 2.5 lakh ആവട്ടെ ഇറക്കുന്നുണ്ട്. അപ്പം സമയം, ടൈം, അപ്പം ഇതെല്ലാം കൊണ്ട് നമ്മൾ മാച്ച് ആയിട്ടുള്ള ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ കംപ്ലീഷൻ നമ്മുടെ ജോബിൻ്റെ ഏരിയയിലാവട്ടെ, നമ്മുടെ എക്സ്പെർട്ടൈസ് ചെയ്യുന്ന നമ്മളുടെ ഡൊമൈൻ ആവട്ടെ, ഒക്കെ നമ്മൾ ഫിറ്റ് ആവും. ഇതാണ് ഞാൻ കാര്യം ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ചിലതിന് ഭയങ്കര സ്ട്രെങ്ത് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതായത് ഈ സ്പെഷ്യലൈസേഷനിൽ അവർ സ്ട്രെങ്ത് ആയിരിക്കും, ചിലപ്പോൾ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തത് തന്നെ ഈ സ്പെഷ്യലൈസേഷൻ. ഓപ്പോസിറ്റ് ചിന്തിച്ചൂടെ, മോശമായിട്ടുള്ളത് ഉണ്ടാവില്ലേ? നല്ല പേര് കേട്ട യൂണിവേഴ്സിറ്റി, ചില സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ ചില കോഴ്സ് അവരത്ര കോർപ്പറേറ്റ് എക്സ്പോഷർ ഇല്ലാത്ത, അല്ലെങ്കിൽ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം. മോശം നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല. ഇന്ന യൂണിവേഴ്സിറ്റിയിൽ അപ്പം അവിടെ വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു പേഴ്സൺ ഇതൊരിക്കലും അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാനോ പറ്റത്തില്ല. കാരണം ഇതിന് ഹൈ എക്സ്പീരിയൻസ് വേണം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ കയറി ചെക്ക് ചെയ്യണം, യൂണിവേഴ്സിറ്റി കയറി ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ DB വെബ്സൈറ്റ് നോക്കണം, NIRF നോക്കണം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി വെബ് പോർട്ടൽസ് നമ്മൾ ചെക്ക് ചെയ്യണം, അവരുടെ ടെസ്റ്റിമോണിയൽസ് നോക്കണം, അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അങ്ങനെ ഒരുപാട്. എനിക്കിപ്പം 1000 ഒന്നും നമുക്ക് ഈ വീഡിയോയിൽ പറയാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു 1000+ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ പറയുന്ന എല്ലാ ക്രൈറ്റീരിയാസും ക്രോസ് ചെക്ക് ചെയ്യുമ്പോഴേ ഇന്ന യൂണിവേഴ്സിറ്റി ഇന്നതിന് മാച്ചാണ് എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടത്തുള്ളൂ എൻഡ് ഓഫ് ദ ഡേ. അങ്ങനെ വരുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് ഹൈ ആണ്, കാരണം സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് വലുതാണ്. അപ്പം ബെനിഫിറ്റ് അഷ്യൂർ ചെയ്യണം. ബെനിഫിറ്റ് അഷ്യൂർ ചെയ്യാതെ മണ്ടനെ പോലെ പോയിട്ട് ജോയിൻ ചെയ്തിട്ട് ആഫ്റ്റർ കംപ്ലീഷൻ എനിക്ക് ജോബില്ല, എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ പഠിച്ചത് വേസ്റ്റായി എന്ന് പറയുന്നതിലും കാര്യമില്ല. സോ നമ്മളാണ് റിസർച്ച് ചെയ്യേണ്ടത്. യൂണിവേഴ്സിറ്റി പറയും ജോയിൻ ചെയ്തോ, ചിലപ്പോൾ അവരുടെ സ്ട്രെങ്ത് അല്ലാത്ത നിങ്ങൾ ജോയിൻ ചെയ്തോ, ഇന്റർവ്യൂ തരാം, പിന്നെ ജോബ് പ്ലേസ്മെന്റ്സ് തരാമെന്നൊക്കെ പറയും, പറയില്ല. പക്ഷെ നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ജോയിൻ ചെയ്യുന്ന കോഴ്സ് അതിന്റെ കമ്പാരിറ്റീവ്ലി ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. മറ്റേത് മോശം എന്നുള്ളതല്ല. ഇല്ല. ഐ മീൻ ഏറ്റവും ബെസ്റ്റ് ഏതാണോ അത് ചൂസ് ചെയ്യാം. നമ്മൾ ബെനിഫിറ്റ് അതാണ് അല്ലേ, അങ്ങനെയാണ് വരിക.